ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം നിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇന്നത്തെ വിജിലൻസിന്റെ റിപ്പോർട്ട് അത് ഹൈക്കോടതിയിൽ വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ബോർഡിന്റെ തീരുമാനപ്രകാരമുള്ള കാര്യങ്ങളല്ല ഉത്തരവിലുണ്ടായിരുന്നത്. അതായത് ബോർഡ് തീരുമാനിച്ചത് ആചാരപ്രകാരം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നായിരുന്നു. എന്നാൽ ഉത്തരവ് വന്നപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാമെന്ന തരത്തിലേക്ക് മാറി എന്ന്. അക്കാര്യത്തിൽ ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യം, അന്നത്തെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തിന്റെ കത്ത് വരുമ്പോൾ അത് വെച്ചിട്ടുള്ള കമ്മീഷണർ റിപ്പോർട്ടാണല്ലോ നമുക്ക് വരിക. അങ്ങനെ വന്നപ്പം എടുത്ത തീരുമാനം, എൻ്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തന്ത്രി അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ശബരിമലയിലും മങ്ങിത്തുടങ്ങിയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ അത് സ്വർണം പൂശുന്നതിന് ബാംഗ്ലൂർ വ്യവസായിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഏൽപ്പിക്കുന്നതിന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെലവിലും ഉത്തരവാദിത്വത്തിലും അത് ചെയ്തു തീർത്ത് തരണം എന്ന് തീരുമാനിക്കുന്നു. ഇത് ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, വിജിലൻസ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരുടെ കർശനമായ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത വിധത്തിലും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നല്ലോ. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത് ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അവരുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം പ്രത്യേക സംഘം നടത്തുകയാണല്ലോ. നടത്തട്ടെ. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സംശയത്തിനും കാൽ കഴഞ്ച് സംശയത്തിനിടയില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ശബരിമല ക്ഷേത്രത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും. അതിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനത്തിന് ഒരു ഉത്തരവായി ഇറങ്ങുമ്പോൾ അതിലെ പരാമർശം വേറെയാണ് എന്ന് അന്ന് ബോർഡ് ശ്രദ്ധിച്ചിരുന്നില്ലേ? ബോർഡ് പ്രസിഡന്റും ശ്രദ്ധിച്ചിരുന്നില്ലേ? അതെങ്ങനെയാ അവരുടെ ഉത്തരവ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? എങ്ങനെയാ? ബോർഡിന് നയപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ തീരുമാനിക്കാൻ കഴിയുക. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ നടന്ന് അവരെന്താണ് തീരുമാനിക്കുന്നതെന്നും അവരെന്താണ് തീരുമാനമായിട്ട് എഴുതി കൊടുത്തതെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. സാധാരണ നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് വിധേയമായി, ആ തീരുമാനത്തിന് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ അവർ തീരുമാനിക്കലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത്. അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടതാണ്. ഇതിനിടയ്ക്ക് എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടത്. അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കതേപ്പറ്റി ചർച്ച ചെയ്യുന്നതാവും നല്ലത്. കാരണം അല്ലാതെ നമ്മളിപ്പോൾ ഗസ് ചെയ്തിട്ട് എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനുള്ള ലംഘനമാകും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും തന്നെ അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കോടതിയെപ്പോലും വിശ്വാസമില്ലാത്ത രൂപത്തിലാണ്. അങ്ങനെ കോടതിയെപ്പോലും വിശ്വാസമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ചില ആൾക്കാർക്ക് ചിലരുടെ രക്തം വേണം. അങ്ങനെ ഒരു രക്തം കൊടുക്കാൻ ഇവിടെ ആളില്ല. അഴിമതി നടത്താൻ ഞങ്ങൾ നടത്തിയിട്ടില്ല. UDFന്റെ കാലത്ത്, കഴിഞ്ഞ കാലത്ത് ദേവസ്വം ഭരണത്തെ എങ്ങനെയാണോ ഉപയോഗിച്ചത് ആ രൂപത്തിൽ ഞങ്ങളും ഉപയോഗിച്ചു എന്നാണ് അവരുടെ ധാരണ. ഇപ്പോൾ എത്ര പേര് പ്രതികളായിട്ട് നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൽ? പാത്രക്കച്ചവടം ഉൾപ്പെടെ 1,87,00,000 രൂപയുടെ പാത്രക്കച്ചവടം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കേസുകളുണ്ടല്ലോ. അങ്ങനെയുള്ള നിരവധി കേസുകൾ നടക്കുമ്പോൾ അവരുടെ കാലത്തേതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്തും അല്ലെങ്കിൽ അവർ നിയോഗിച്ച ബോർഡിന്റെ കാലത്തും എന്നുള്ള ആ ധാരണ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കഴഞ്ച് കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അതായത് ബോർഡ് തീരുമാനമെടുക്കുന്നു, താങ്കൾ കൈപ്പടയിൽ എഴുതിയ തീരുമാനം ഉത്തരവാക്കാൻ കൊടുക്കുന്നു. അപ്പോൾ ആ തീരുമാനത്തിനും ഈ ഉത്തരവ് ഇറങ്ങുന്നതിനുമിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ നടന്നു, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നടന്നു എന്ന് കരുതുന്നുണ്ടോ?
അതല്ലേ അന്വേഷിക്കാൻ ഇപ്പോൾ പോലീസിനെ ചുമതലപ്പെടുത്തിയത്. ഞാൻ ഗസ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അതിൽ ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു വിമർശനമുണ്ട്. കോടതിയും അത് പറയുന്നുണ്ട്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആധികാരികത പരിശോധിക്കുന്നതിൽ വീഴ്ച വന്നു. അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടോ? ഞങ്ങളല്ലല്ലോ സ്മാർട്ട് ക്രിയേഷൻസിനെ വിളിപ്പിച്ചത്. അങ്ങനെ ഒരു വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കോടതി പരിശോധിക്കട്ടെ. കോടതിയും ഇപ്പോഴത്തെ അന്വേഷണ സംഘവും പരിശോധിക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നതെന്നൊക്കെ. ഇപ്പോൾ ഇന്ന് താങ്കളുടെ പരാമർശത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവതുല്യരായ ചിലർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അതെന്താണ്? ആ ഒരു വാചകം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവതുല്യരായി നമ്മൾ കരുതുന്ന ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് പിണറായി വിജയനാണോ ദൈവതുല്യൻ, അതോ വി എൻ വാസവനാണോ കടകംപള്ളി സുരേന്ദ്രനാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇവരാരും അല്ലാത്ത ചില ദൈവതുല്യന്മാരുണ്ട്. അത് പിന്നെ അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം. അത്തരം ദൈവതുല്യന്മാർക്ക് കൃത്യമായി ഇടപെടൽ അല്ലെങ്കിൽ പങ്ക് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഇല്ല, അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കത് കഴിയട്ടെ, അന്വേഷണം കഴിയട്ടെ, അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ചിലർ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ച് അന്വേഷണം കഴിഞ്ഞിട്ട് അന്വേഷണം വരുമ്പോൾ പറയാമല്ലോ ഏതൊക്കെയാണ് ദൈവതുല്യരെന്നും ആരൊക്കെ അതിനകത്ത് ഇടപെട്ടതെന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അവർ ദൈവമാണോ പിശാചാണോ എന്താണെന്നുള്ളത് അപ്പം നമുക്ക് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞു ചിലർക്ക് ചിലരുടെ രക്തം വേണം, അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിനെയാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന മറ്റാരെങ്കിലുമാണോ? ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം എന്താ, മറ്റ് പല സംസ്ഥാനങ്ങളിലും ശ്രീരാമനെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് കളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും പറ്റിയ ദൈവം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ദൈവം അയ്യപ്പനാണെന്ന് അവർ കണ്ടെത്തിയത് കൊണ്ടാണ് UDFും BJPയും അയ്യപ്പനെ ഉപയോഗിച്ചുള്ള കളി ആരംഭിച്ചത്. അതിപ്പോൾ ആരംഭിച്ചതല്ലല്ലോ. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി CPMന്റെ ഒരാളും LDFന്റെ ഒരാളും സുപ്രീം കോടതിയിൽ പോയി ഹർജി നൽകിയിട്ടില്ല. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ആരാന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഹർജി നൽകി കഴിഞ്ഞപ്പോഴോ അതിന്റെ സുപ്രീം കോടതി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ള വിധി വരുന്നു. അങ്ങനെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അതിനെ സ്വാഗതം ചെയ്ത് പ്രസ്താവന ഇറക്കിയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. ആദ്യം പ്രസ്താവന ഇറക്കിയ ചില ആളുകളുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോഴോ കുറെ കഴിഞ്ഞപ്പോഴാണ് NSSന്റെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ടുള്ള സമരങ്ങൾ ആരംഭിക്കുന്നത്. ആ നാമജപ പരിപാടികൾ ആരംഭിച്ചു. അതിലെ ജനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് പറ്റിയ രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ചില മേഖലകളിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തത്. അവര് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാവുന്ന ഓരോ വിഷയങ്ങളെയും തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കരുതേണ്ടതില്ല. നമുക്ക് ഇപ്പം ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോവുകയാണല്ലോ. ആ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷണമൊക്കെ പൂർത്തീകരിക്കട്ടെ. യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്നുള്ളത് വെളിയിൽ വരട്ടെ. വെളിയിൽ വന്നിട്ട് ഹൈക്കോടതി എന്താ അഭിപ്രായം പറയുന്നതെന്ന് കേൾക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് വെളിപ്പെടും എന്നാണ് പത്മകുമാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസനൽ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.